അപ്പൊ ഇന്ന് ആദ്യത്തെ മീൻ പിടിക്കുന്നത് മീനിന്റെ സൈസിലൊന്നും ഒരു കാര്യമില്ല. ആദ്യത്തെ മീൻ പിടിക്കുന്ന ആൾക്ക് നമ്മൾ മൂന്നാറിന് പോകുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഇപ്പോൾ സമയം രാവിലെ 5 മണിയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ചൂണ്ടിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുത്ത്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ്. ആരും തന്നെ ഒന്നും മിണ്ടാത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മൂന്നാർക്ക് ചൂണ്ടിടാൻ വേണ്ടി പോകണം. നമ്മൾ 2 വണ്ടിക്കാണ് പോകുന്നത്. അങ്കിളിൻ്റെ വണ്ടിയിൽ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളും അടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടിയിൽ നമ്മൾ ലഗേജും കാര്യങ്ങളും പിന്നെ നമ്മുടെ കയാക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ കയാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം 2 ഒന്ന്, നമ്മുടെ ചാനൽ 1 മില്യൺ ആയതിൻ്റെ സെലിബ്രേഷൻ ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, നമ്മൾ പുറത്ത് വെച്ചാൽ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ മൂന്നാർ ചൂണ്ടിടാൻ പറ്റിയ വല്ല സ്ഥലങ്ങളുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പോയാലോ, ആന്റിക്ക് എന്തോ പറയാനുണ്ട്? കയാക്ക് വേണ്ടി നമുക്ക് ഇതോട്ട് മാറ്റാൻ കേട്ടോ. എന്നാ അതിന് സാധനം വേണ്ട, ഇവിടെ ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്. കയറി കയറിക്കോ. എവിടെ? അയ്യോ. ഓക്കെ, ആന്റി കയറിക്കോ. ഓക്കെ, അവരെല്ലാവരും കയറിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിന് 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 2-3 സ്ഥലത്ത് ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടലിൽ ചെന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മീൻ പിടിക്കുന്നവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ? ഫസ്റ്റ് മീൻ പിടിക്കുന്നവർക്ക് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ചലഞ്ച് വെക്കുവാണ് കേട്ടോ. അതായത് നമ്മൾ മൂന്നാർ നമ്മൾ ഇത്രയും ദൂരം അയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തോ കിട്ടുന്ന പോലെ. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ഈ വണ്ടിയുള്ളവരോട് ചലഞ്ച് ഡിസ്ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. അതായത് നമ്മൾ മൂന്നാർ വന്ന് ചൂണ്ടിടാൻ വേണ്ടി പോവാണല്ലോ. ഇന്ന് ഇവിടുന്ന് ആദ്യത്തെ മീൻ പിടിക്കുന്ന ആൾക്ക് നമ്മൾ വൈകിട്ട് ഡിന്നർ കഴിക്കുമ്പോൾ ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് സ്പെഷ്യൽ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചു തരാം കേട്ടോ. ഒരു കാര്യം പിന്നെ ഒരു കാര്യം ക്രൈറ്റീരിയസ് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മീനാണെന്ന് കുഴപ്പമില്ല, സൈസ് പ്രശ്നമല്ല, മീനായാൽ മതി. അതായത് മൂന്നാറിന്ന് ആദ്യത്തെ മീൻ പിടിക്കുന്ന ആൾക്ക് നമ്മളിവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവര് പറയുന്ന സാധനം നമ്മൾ മേടിച്ചു കൊടുക്കും. ഓക്കെ, ഇത് ശരിയല്ല ചേട്ടാ, ടീമിൽ 2 പേര് പറ്റത്തില്ല. എനിക്ക് ആരും പറയാൻ പറ്റും. അതങ്ങനെയില്ല, ഒറ്റ ആളേ ഉള്ളൂ കേട്ടോ ടീമില്. ഭാര്യ ഭർത്താക്കന്മാരൊന്നും ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ നമ്മൾ സെപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരിഗണന ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ആർക്കും പരിഗണനയില്ല. ഈ വഴി ഒരു 13 കിലോമീറ്റർ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ചെല്ലും. ഹോട്ടലിന്റെ പേര് എലിക്സർ ഹിൽസ് എന്നാണ് കേട്ടോ. നല്ല രസമുള്ള വഴിയാണ്. ഈ നിങ്ങളിപ്പോ ഞാനിരിക്കുന്ന സ്ഥലം കേട്ടോ, ഞാനിരിക്കുന്ന സ്ഥലം വണ്ടിക്കത്താണല്ലോ അല്ലേ. ഞാനിരിക്കുന്നതിന് നേരെ ഇടത്ത വശത്ത് ഈ തൊട്ട് താഴെ ചളി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഓവർ എക്സൈറ്റഡ് ആണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെള്ളം കണ്ടു. കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മെയിൻ പരിപാടി ചൂണ്ടിയിട്ടാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്കിവിടെ നിർത്തിയാലോ? വണ്ടി പാർക്കിയ സ്ഥലമുണ്ടോ? ഇത് ഇവിടെ നിർത്താം. നമ്മളെന്തായാലും വെള്ളം കണ്ടോണ്ട് നിർത്തിയാണ് കേട്ടോ. വെള്ളം കണ്ടപ്പോഴേക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഒരാൾ ഓൺലൈൻ ക്ലാസിന്റെ ഫോണൊക്കെ എടുത്ത് വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇവരുടെ ടീച്ചർമാർ കാണുന്നുണ്ടെങ്കിൽ കാണേണ്ടത് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് പങ്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയാക്കൊക്കെ വേണ്ടിയിരിപ്പുണ്ട്. അപ്പൊ നമ്മളിതേ താഴോട്ട് ഇറങ്ങുവാണ്. ദിവസങ്ങളെ നമ്മളൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം താഴെ ചെല്ലുന്ന കഴിയുമ്പോഴേക്കും. അങ്കിളടുത്ത് പറഞ്ഞാൽ കുഴപ്പം, അങ്കിൾ മിക്കവാറും ഞങ്ങൾ എല്ലാവരും തോന്നിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ അവിടെ ഭയങ്കര ചെളിയാണ്, മമ്മിക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോയാലും അങ്ങനെയാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന് നമുക്ക് ഫുള്ള് ഇറങ്ങാം അല്ലേ. നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് എത്തിയിട്ടില്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ കോൺടെസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുവാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യമായിട്ട് ചൂണ്ടിടാൻ വരുവാണല്ലോ ഇത്രയും ദൂരം വന്നിട്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ മീൻ പിടിക്കുന്നത് മീനിന്റെ സൈസിലൊന്നും ഒരു കാര്യമില്ല. ആദ്യത്തെ മീൻ പിടിക്കുന്ന ആൾക്ക് നമ്മൾ മൂന്നാറിന് പോകുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. എന്ന് പറഞ്ഞാൽ കാറോ BMW എന്ന് പറഞ്ഞേക്കല്ലേ. അങ്കിൾ ശരിക്കും അവിടെ എന്തോ വലിയ ഗൂഢമായിട്ട് ആലോചിക്കുമായിരുന്നു കേട്ടോ. അതാ ഞാൻ പെട്ടെന്ന് മാറ്റി പറയാം. ആദ്യം കിട്ടുന്നത് മീനിന്റെ സൈസ് ഇമ്പോർട്ടന്റ് അല്ല, എല്ലാം കൂട്ടും. ഏത് മീനാണെങ്കിലും കൂട്ടും. തലപ്പേട്ടനെ കൂട്ടെന്ന് ചോദിച്ചു മീനാ. ചോദിച്ചോ. അല്ലല്ല, അതൊന്നും അല്ല. മൂന്നാർ നിങ്ങൾക്ക് എന്ത് വേണം മേടിക്കാമല്ലോ അല്ലേ നിങ്ങളെ? കുറച്ച് എക്സ്പെൻസീവ് സാധനമൊക്കെ അല്ലെങ്കിൽ വേണ്ട, മൂന്നാറിന്ന് വേണ്ട, നമുക്കത് മാറ്റാം.
ഇഷ്ടമുള്ള സാധനം മേടിച്ചു തരാം. ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ഇഷ്ടമുള്ള അല്ല ഇല്ല 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 എനിക്ക് ഫിഷിംഗ് സെറ്റോ അല്ലെങ്കിൽ ചൂണ്ട സെറ്റോ വേണമെങ്കിൽ ചൂണ്ട സെറ്റ് ഇഷ്ടമുള്ള ചൂണ്ട സെറ്റ് ആണോ? ഓക്കെ ഗൈസ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ മാറ്റുവാണ്. ആദ്യം മീൻ പിടിക്കുന്ന ആൾക്ക് എന്റെ വക റോഡും തീരും ഞാൻ മേടിച്ചു തരാം. അതെങ്ങനെയുണ്ട്? അതുപോലെ ഞങ്ങള് തേയിലത്തോട്ടം ചോദിച്ചോണ്ട് നീ നൈസായിട്ട് മാറ്റിയതല്ലേ? അതെ, തേയിലത്തോട്ടം കാരണം തന്നെ മമ്മി പിന്നെ പറഞ്ഞാ പോരായിരുന്നു. അപ്പൊ നമ്മൾ 5 ഏക്കർ തേയിലത്തോട്ടം മാറ്റിയിട്ട് ആദ്യം മീൻ പിടിക്കുന്ന ആൾക്ക് എന്റെ വക റോഡും റീലും മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. എല്ലാം റെഡിയാണോ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാവർക്കും കുറച്ച് എനർജി വന്നിട്ട് ആന്റിയൊക്കെ ഛർദ്ദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെ മാറി കേട്ടോ. ഞങ്ങൾ ഈ വഴി കൂടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മേളിലായി. നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഒത്തിരി ടൗണിൽ നിന്ന് മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നൊരു ഫീലാണ് കേട്ടോ. ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി എക്സൈറ്റഡ് ആണ്, ഓവർ എക്സൈറ്റഡ് ആണ് ഗൈസ്. വഴിയുടെ വീതി പിന്നെയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ്. വഴി പിന്നെയും നാരോ ആയിട്ടുണ്ട്. ഇതുണ്ടോ? ഇപ്പൊ കറക്റ്റ് നമ്മുടെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റും. എന്താ നമ്മളൊരു സൈൻ ബോർഡ് കണ്ടിട്ടുണ്ട്. ആ സൈൻ ബോർഡിലെ കിലോമീറ്ററിനനുസരിച്ചിരിക്കും നമ്മുടെ ഹോട്ടലിലേക്കുള്ള ദൂരം. 1 കിലോമീറ്റർ. യെസ് ഗൈസ്, വി ആർ ഓൾമോസ്റ്റ് ദേർ. നമുക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാം. ചേട്ടാ പാർക്കിംഗ് എവിടെയാടാ? പാർക്കിംഗ് എവിടെയാ? അങ്ങോട്ട് ഇട്ടാൽ മതിയോ? ഓക്കെ, താങ്ക്സ് ചേട്ടാ. നമുക്ക് ആ ബ്ലാക്ക് ഫോർച്യൂണർ ഇപ്പുറത്തേക്ക് ഇടാം കേട്ടോ. ഇറങ്ങിക്കോളൂ എല്ലാവരും. അപ്പോൾ എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 5 മണിയായിരുന്നു. 11 മണിയായ സമയം കേട്ടോ. നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? രാഹുൽ. ഇത് വൈശാഖ് അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്, സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇവർ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. കറക്റ്റ് സമയമായിരുന്നല്ലേ? ഒരു 10 മിനിറ്റ് താമസിക്കുവാണെങ്കിൽ കാണത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ വളരെ ആക്സിഡന്റിലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ജേണി. ശരി ചേട്ടാ. എല്ലാവരും ഇവിടെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങോട്ടാണ് കയറേണ്ടതെന്നാണ് തീരുമാനിക്കേണ്ടത്. ബെന്നിച്ചനങ്ങളും മമ്മിയും അവരൊക്കെ വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറുവാണ്. സാനിറ്റൈസർ മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി തന്നേക്കോട്ടെ, ഞാൻ അവിടെ പോയി പിടിച്ചായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ അകത്തൊക്കെ കയറി എല്ലാവരും യാത്ര ചെയ്ത് വന്ന് മടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു 8-9 മാസമായിട്ട് നമ്മൾ ആദ്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചൂണ്ടയിടാൻ മാത്രമല്ലേ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം യാത്ര അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാളെങ്കിലും കൂടി എങ്ങോട്ടെങ്കിലും ഒക്കെ നമ്മൾ പോകുന്നതാണ്. പക്ഷേ ഇതാദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ക്ഷീണമൊക്കെ എല്ലാവരുടെയും മാറി. അങ്ങനെ ഫൈനലി നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് റൂമിലേക്ക് കയറുവാണ്. ജിനോസിന് ഓൾറെഡി അകത്ത് കയറി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം റെഡിയാക്കി തന്ന ജെറിൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ. ജെറിന് വിളിച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ ഇന്റർനെറ്റിന്റെ യൂസർ ഐ ഡി, വൈഫൈയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. ഇവിടെ ഇപ്പം നെറ്റ്വർക്ക് ഇച്ചിരി കുറവാണ്. അടുത്ത മാസം തൊട്ട് ജിയോയുടെ നെറ്റ്വർക്ക് വരത്തുള്ളൂ. പക്ഷേ ഒരു കണക്കിന് നല്ല കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാനല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിലീഫാണ്. അപ്പം ഫോൺ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഫോണെ നോക്കിക്കൊണ്ടിരിക്കും, കോൾ വരെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ വരുന്ന ഒരു 50%, 60% ആൾക്കാർക്ക് ഇഷ്ടം ഇല്ലാതിരിക്കുന്നതാണ്. ടി വി പോലും ഓൺ ആക്കത്തില്ല. ഇവിടെ ചുമ്മാ വെച്ചേക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇപ്പം നിങ്ങളിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പം അകത്തിരുന്ന് ടി വി കാണാനായിട്ട് ശരിക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അല്ലേ? വെള്ളച്ചാട്ടമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമേ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വേണ്ടി പറ്റത്തില്ല. ഇതിനൊക്കെ ഒന്ന് മാറി സ്വിമ്മിംഗ് പൂളൊക്കെ ഓപ്പൺ ആണല്ലേ? പിന്നെ നമ്മുടെ കോഫി ഷോപ്പ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, റെസ്റ്റോറന്റിന്റെ ഫോൺ നമ്പർ, ഓക്കെ, എല്ലാ ഡീറ്റെയിൽസ് ഈ പേപ്പറിലുണ്ട് അല്ലേ? പേപ്പറിലുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പം റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ലഗേജ് എല്ലാം എടുത്ത് റൂം സെറ്റ് ചെയ്യാം അല്ലേ? നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതുക. അതെ, അത് തന്നെ. അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഒന്ന് ഫ്രീഡം, അതുപോലെ തന്നെ നമ്മുടെ സേഫ് ആയിട്ട് അപ്പാർട്ട്മെന്റ് പോലെ സ്പേസ് ഉണ്ട്. കറക്റ്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന റൂമിനകത്ത് ഫാമിലിയായിട്ട് താമസിക്കുന്ന 2 ബാത്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പിള്ളേരേ ഉള്ളൂ. ഞങ്ങൾ പിള്ളേരെല്ലാം ഇവിടെയാണ്. മമ്മിയും പപ്പയും അവരെല്ലാവരും അപ്പുറയാണ് കേട്ടോ. ഞങ്ങൾ ഈ റൂം എടുത്തത്. നമ്മളേക്കും ഔട്ട്സൈഡ് ഒരു വിൻഡോ ആക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലഗേജ് എല്ലാം എടുക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ ക്യാമറ എടുത്തിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് പോകുമ്പോഴേക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ നമ്മുടെ ലഗേജ്, മെയിൻ ലഗേജ് ഇതിനകം കാണല്ലേ കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സ്റ്റൗ ഉൾപ്പെടെ ഇതിൻ്റെ സാധനം ഇരിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊരു, എനിക്ക് തോന്നുന്നു ഒരാഴ്ച നമുക്ക് സർവൈവ് ചെയ്യാം. അതിന് വേണ്ട എല്ലാ സാധനം വണ്ടി ലോക്ക്ഡ് ആണ് കേട്ടോ. ഏതാ വിളിച്ചിരിക്കുന്ന സാധനം? ചൂണ്ട. ഗൈസ്, ഇതെന്താണെന്നറിയോ? ഇത് നമ്മുടെ ചൂണ്ടയാണ് കേട്ടോ. അതായത് നമ്മൾ എവിടെയെങ്കിലും വെള്ളം കാണുന്ന സ്ഥലത്ത് നിർത്തുമ്പോഴേക്ക് നമുക്ക് ചൂണ്ടയിടാനായിട്ടും അതുപോലെ നമ്മുടെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ചൂണ്ടയിടാനായിട്ട് നമ്മുടെ ചൂണ്ടയാണ്. ഒന്നും എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാം ആയി കേട്ടോ. വിശക്കുന്നുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് വെച്ച് ഒന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് കഴിക്കാൻ പോകാനായിട്ട്. ഇതാണ് മമ്മിമാരുടെ റൂം കേട്ടോ. ഇവിടെ റൂം കാണിച്ചില്ല. എല്ലാ റൂമും സെയിം ആണ്. മമ്മിയൊക്കെ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ അല്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങളെ കാണാൻ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. വെക്കോ. അതല്ല
അല്ല അതല്ല, അത് വേറെ ആരുടെ റൂമാട്ടോ. ഓക്കെ അത് നമ്മുടെ റൂമിന് പ്രത്യേകതയുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ റൂമിന്റെ സൈഡിൽ കാട്ടുമൃഗങ്ങളും കാട്ടുജീവികളൊക്കെ വരുന്ന ഇതിന്റെ ഇത് ഡയറക്റ്റ് ഓപ്പണിങ് അങ്ങോട്ടാണ് കേട്ടോ. ചേച്ചി ഇവിടെ ഇപ്പൊ തന്നെ പോകാൻ വേണ്ടി റെഡി ആയിട്ട്. അപ്പൊ നമ്മുടെ റൂം നമുക്കിത് എന്ത് വേണം ചെയ്യാം. അയ്യോ നിങ്ങൾ ഇവിടെ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടക്കും. ഇല്ല ഇതിനകത്ത് ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ കട്ടൊന്ന് മാറ്റിക്ക്. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുവാണ്. അല്ല ഇവിടെ കാട്ടുപന്നി വന്നു സത്യം. ആ ചില്ല് പൊട്ടിരിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ആ ചില്ല് കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ? ആ മരം കണ്ടോ? അതെന്നാന്ന് വിചാരിച്ചാ എന്റെ ചേച്ചി അത് ആന കുത്തിയതാ. അത് ഇതിനകത്ത് ആർക്കൊക്കെ വിശക്കുന്നുണ്ട് സത്യം പറ. അപ്പൊ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് അടുത്തടുത്ത് കഴിച്ചിരുന്നോണ്ട് ഇങ്ങനെ അറിയാതെ അടുത്തടുത്ത് പോവാണ് കേട്ടോ. ഇവളൊക്കെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞപ്പാ പരിപാടി എന്താ? ഞണ്ട് പിടിക്കാൻ പോകുന്നല്ലേ? ഞണ്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ ഇവിടെ ഞണ്ടുണ്ട്. ഞണ്ട് പിടിക്കുന്ന ആള് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ഇവർക്ക് കൊന്നു പിടിക്കാം, അല്ലെങ്കിൽ കുത്തി പിടിക്കാം, കൈ കൊണ്ട് പിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു മോഹം അറിയണം. ഞണ്ട് പിടിക്കുന്ന കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞണ്ട് പിടിക്കുന്ന ആർക്കും തന്നെ ട്രെയിനിങ് ഇല്ലല്ലോ, അപ്പൊ ചാലഞ്ചിങ്. അപ്പൊ ഞണ്ട് ആദ്യം പിടിക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞോണ്ട് നമ്മുടെ ഒരു കോമ്പോസിറ്റ് ഞാൻ മേടിച്ചിട്ടല്ല. മീനുണ്ടെങ്കിൽ മീനും പിടിക്കും. ഞണ്ട് മാത്രം മതി. മീനും വേണം. മീനും പിടിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞണ്ട് പിടിക്കും. നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം പിടിക്കുന്ന വെള്ളത്തിലുള്ള ഏതെങ്കിലും ജീവി നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ഞണ്ട് പിടിച്ചോ, അതിന് വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇവര് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞണ്ട് പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. അപ്പൊ നമ്മൾ ഞണ്ട് തന്നെ ഫിക്സ് ചെയ്തോ. ജാക്സൺ കാനഡയിലായിരുന്നു. ഞാനിപ്പോ 1 month ലീവിന് വന്നതാ. മാരേജിന് വേണ്ടി വന്നതാണ് ഞാൻ. അപ്പം ആള് ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ചെയ്തല്ലേ? എനിക്ക് 1 മണിക്കൂറിന്റെ വ്യത്യാസം തോന്നുന്നു. അതെ 1 മണിക്കൂർ വ്യത്യാസമുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കൈ തരുന്നില്ല. നമ്മളിപ്പോ എങ്ങോട്ട് ചെറിയ പോകുന്നത്? നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ല ഞണ്ടിനെ മീനെ പിടിക്കാൻ പറ്റുമോ നോക്കാം അല്ലേ? ഫിഷിംഗ് ഫ്രീക്സ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. നമുക്ക് എന്തെങ്കിലും പിടിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേക്കും ഇവിടെ ഞണ്ടുണ്ട്. ഈ പൊത്തിനകത്ത് ഞണ്ടെന്നൊക്കെ ചിലപ്പോൾ ആള് പറയുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലൊക്കെ ഇട്ടൊരു വഴിയാണ്. ഇതൊരു നല്ല രസമുള്ളൊരു പാലമാണ് കേട്ടോ. നോക്കി തടി കൊണ്ടുണ്ടാക്കിയൊരു പാലമാണ്. അടിപൊളി. അവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് കാലെടുത്ത് നോക്കുവാണ് കേട്ടോ. ഇളകുന്നുണ്ട്, വീഴത്തൊന്നുമില്ല. ആക്ച്വലി ഇതിന് അടിയിൽ കൂടെ എല്ലാം സേഫാ അല്ലേ? നമ്മളെല്ലാവരും നല്ല സേഫാ കേട്ടോ. ഞാൻ അപ്പുറം കയറിയിട്ട് അവർ വരുന്ന കാണിച്ചു തരാം. ടാസ്ക് നമ്പർ 2. പാലം പേടിയുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ആൻറ്റിക്കൊക്കെ പാലം പേടിയാണ് കേട്ടോ. ഹൈറ്റ്സ് പേടിയുള്ള ആൾക്കാരാണ്. അത് സ്ട്രോങ് ആ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ നേരെ പോരെ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഗുഹ പോലെയാണ്. ആൾക്കാരൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത്ര ഉള്ള ഒരു ചെറിയൊരു ഗുഹ പോലെയാണ്. ഒയ്യോ ഇതിനൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. തൊട്ട് നോക്കി. നമ്മൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ. മമ്മിക്കൊക്കെ വേണമെങ്കിൽ ശരിക്കും ഇവിടെ ഇരിക്കാം. അതായത് താഴോട്ട് ഇറങ്ങുന്ന കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ശരിക്കും ഇവിടെ ഇരുന്ന് ഇവർക്ക് താഴോട്ട് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. കാണിച്ചു അവർക്ക് നമ്മളവിടെ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ട് മമ്മിക്കൊക്കെ ഇറങ്ങി പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞണ്ടൊക്കെ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ അല്ലേ കേട്ടോ. മമ്മിയോടൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചപ്പോഴേക്കും മമ്മിയൊക്കെ ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും താഴോട്ട് പോവാണ്. നിങ്ങൾ ഈ ക്രോക്സ് എവിടെയും കണ്ട് പരിചയമുണ്ടോ? വെള്ളത്തിൻ്റെ സൗണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതോളം കൂടി വരുവാണ്. എനിക്കൊന്ന് കുഞ്ഞപ്പൻ വെള്ളത്തിൽ ചാടാനുള്ള പോക്കാൻ തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് വേറൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഇത് കേട്ടോ ഞണ്ടിനെ പിടിക്കാനുള്ള കമ്പാണ് കേട്ടോ. ഉറപ്പായിട്ട് മമ്മിയുടെ മുഖം കണ്ടറിയാം ഞണ്ടിനെ പിടിക്കാനുള്ള സാധനമാണ്. മമ്മി സ്ഥലം എങ്ങനെയുണ്ട്? നമുക്ക് താഴോട്ടിറങ്ങി പോലെ അവരവിടെ ഓൾറെഡി ചെന്നു കേട്ടോ. മോളൊക്കെ അവിടെ ഓൾറെഡി ചെന്നു. ഫൈനലി ഞാനും അങ്ങോട്ട് പോവാണ്. അവർ ഓൾറെഡി തുടങ്ങി കേട്ടോ. ജിനോ ചാച്ചനൊക്കെ തുടങ്ങി. എവിടെ ഞണ്ട്? ഇത്രയും നേരം ഷൂ ഒക്കെ ഇട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് വന്ന ആളാണ്. ഇത് ജാക്കറ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. വെപ്പൺസ് ഒന്നും ഇല്ല, കൈ കൊണ്ട് പിടിക്കണം. ഞണ്ടിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. അങ്കിളൊക്കെ ഹോൾ സെറ്റാണ് കേട്ടോ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ വാട്ടർഫോളിനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ. ഇവിടെ എന്തോ വലിയ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സംഭവങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇതിനകത്ത് പാവം ജെറിഞ്ചേട്ടൻ്റെ കയ്യിൽ മാത്രം ആയുധങ്ങളൊന്നുമില്ല. ചേച്ചി പറയാ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രോപ്പറായിട്ട് സാധനം എടുത്ത് വെച്ചിരുന്ന ജിനോച്ചനാണ് കേട്ടോ. ജിനോച്ചാച്ചൻ്റെ ഷിയാരയുടെയിലും ഒരു കമ്പുണ്ട്. ഇതിനകത്ത് ഏറ്റവും മാരകായുധം കിട്ടിയിരിക്കുന്ന ആൾ മമ്മിയാണ് കേട്ടോ. മമ്മിയുടെ ഒരു കമ്പിയുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യൂലേ? അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ആരാ പിടിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഞണ്ടിനെ ആര് പിടിക്കും അതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. എനിക്ക് ആക്ച്വലി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നമ്മൾ ഞണ്ടിനെ തന്നെ ടാർഗറ്റ് ചെയ്യാം.
നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇതിനകത്ത് ഞണ്ട് കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്, പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. Guys, എന്ത് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ബാ ഞണ്ടാണെന്ന് നോക്കാനായിട്ടായിരിക്കും. ചത്ത കിടന്നല്ലേ ഇതോ? ചത്തല്ലേ? അല്ലല്ല, ഇപ്പൊ ഞാൻ ഞെക്കി കൊന്നവന്റെ. പക്ഷെ വേറെ സംഭവം എന്റെ കയ്യെ കടിച്ചായിരുന്നു. ഇത് കണ്ടോ? ഫ്രഷ് റീലം റോഡ് നിനക്ക് കിട്ടിയില്ലേ? ഒന്നോടെ കണ്ടസ്റ്റ് നടത്തും. ഞാൻ കയറണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ഞണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ, അവനെന്നെ കടിച്ചു ഒഴുകി ഞാൻ പുള്ളിക്കൂടെ ഞെക്കി കേട്ടോ. ആ ചത്തുപോയി. അപ്പോൾ ഞാനിത് മമ്മിയുടെ കൊടുക്കുവാണ്. മമ്മി എന്നാ പിടിച്ചോ, അടുത്തന്നെ പിടിച്ചോണ്ടിരാ കേട്ടോ. അല്ല, ഇനിയും കോൺടെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. കോൺടെസ്റ്റ് ഇനിയുണ്ട്. പിടിച്ചോ. നമ്മൾ അടുത്തന്നെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. സൗണ്ട് കേട്ടതില്ല. ചേച്ചി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. അതല്ല അത് പറഞ്ഞുതരാം. നമ്മുടെ സോസ് നമ്മൾ ഞണ്ടിനെ പൊരിച്ചോണ്ടിരിക്കുവാണ്. അവൻ 2 സെക്കൻഡിനകത്ത് കണ്ണടച്ചു. അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഞണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സജിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ മൂന്നാറിലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേ എലിക്സർ ഹിൽസിലായിരുന്നു. നമ്മൾ കയാക്കൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡാമിലേക്ക് പോവാണ് കേട്ടോ. ഡാമിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയത്തില്ല. കയാക്ക് ഇറക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കയാക്ക് ഇറക്കും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫിഷിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. ഇവിടെ ചൂണ്ടയിട്ടിട്ട് ഇതിനുശേഷം രണ്ടാമതിന് പിടിച്ചു കേട്ടോ. ഇത് കാർപ്പാണ് കേട്ടോ. കാർപ്പിൻ്റെ കുഞ്ഞാണ്. അയച്ചു വിട്ടോ, അവനെ അയച്ചു വിട്ടോ. ഇട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, അതിനുള്ളതില്ല. നിങ്ങളെ എങ്ങോട്ടാണ് കയറി പോകുന്നത്? ആദ്യത്തെ മീനിനെ കാണിച്ചു തരാം. ഇത് കണ്ടോ? ആദ്യത്തെ മീൻ ഇത് കേട്ടോ.